സാധിക്കുന്ന ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ സംവിധാനമാണ് കേരളത്തെ ഈ തലത്തിലേക്ക് ഉയർത്തിയത്. അതാ കാര്യം. അത് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, അന്ധത മൂത്ത് എന്തും പറയാം, എന്തും എഴുതാം എന്ന രീതിയിൽ ഇവിടെ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ശക്തിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശുദ്ധ അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത്. ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല യഥാർത്ഥത്തിൽ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അതിന്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ 0.7% എന്ന് നീതി ആയോഗ് പറഞ്ഞ കണക്കനുസരിച്ച് ആ 0.7% കണ്ടെത്തി അവർക്ക് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും നിങ്ങൾ മനസ്സിലായിക്കോ, 64,006 അതിൽ 64,005 ആയി. ഒരാൾ കുറവ്. മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മന്ത്രിസഭാ യോഗം ചേരുമ്പോഴാണ് ഒരാൾ കുറവാണ്. അത് എറണാകുളം ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ തർക്കം പ്രശ്നം വന്നിട്ട് സാധിക്കുന്നില്ല. മന്ത്രിസഭയാണ് ആ ഭൂമിയുടെ തർക്കപ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തിന് ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ 64,005 കഴിഞ്ഞ് 6ാമത്തെ ആള് അവിടെ എറണാകുളം ജില്ലയിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ തർക്കം പരിഹരിച്ച് അത് കഴിഞ്ഞ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഈ ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ട് പ്രഖ്യാപിക്കാൻ പ്രയാസപ്പെട്ടത്. അതൊന്നുകൂടി ആയപ്പോ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു. ആരാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്? എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? CPIM. ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഈ ജില്ല അതിദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ ജില്ല ഈ അതിദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളാരുമല്ല, കോൺഗ്രസാണ്. അത് സ്വന്തം ജില്ലയാണ്. വി.ഡി. സതീശന്റെ കോൺഗ്രസ് നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തും പറയാം. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തും പറയാം, യാതൊരു മടിയില്ല. ഇമാതിരി ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം. അതുകൊണ്ട് അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇനി ഞങ്ങളുടെ ഉന്നം ദാരിദ്ര്യം അവസാനിപ്പിക്കൽ തന്നെയാണ്. ഇപ്പൊ അതിദാരിദ്ര്യത്തെ അവസാനിപ്പിച്ചിട്ടുള്ളൂ. ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കുക. അത് കുറേയധികം വരും. അതിന്റെ ഭാഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനം. അത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇത് മാറിയത്. കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യം പ്രഖ്യാപിച്ച ഇതുപോലെ ഒരു പദ്ധതി ഇതിനു മുമ്പ് ഒരുക്കിയുണ്ടായിട്ടില്ല. 1 കോടിയിലധികം ആൾക്ക് ഒറ്റയടിക്ക് ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഈ നവംബർ 1 ഇന്നലെ മുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംവിധാനം ഇതിനു മുമ്പ് പറയാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതാണ് കാര്യം. വലിയ വെപ്രാളത്തിലാണ്. ഇനി എങ്ങനെ ഇതിനെ നേരിടുന്നുള്ളതാണ്. അത് വെച്ചാണ് കളവിങ്ങനെ അടിച്ചു പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നവംബർ 1 മുതൽ നടപ്പിലാക്കുക. 31.43 ലക്ഷം നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് 1000 ഉറുപ്പിക പ്രകാരം കൊടുക്കല്ലേ. ആ പദ്ധതി ഇന്നലെ മുതൽ ആരംഭിച്ചില്ലേ. 31.34 ലക്ഷം ആളുകൾക്കാണ് ആ ആനുകൂല്യം കിട്ടാൻ പോകുന്നത്. 62 ലക്ഷം ആളുകൾക്കാണ് 400 ഉറുപ്പിക ഒറ്റയടിക്ക്. നമ്മളവിടെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു 100 ഉറുപ്പിയെങ്കിലും വർദ്ധിപ്പിക്കേണ്ടിയുണ്ട്. കാരണം പ്രയാസത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ പ്രകടന പത്രികയിൽ, ഇപ്രാവശ്യമല്ല അതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഞങ്ങൾ എത്രയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പത്രക്കാർക്ക് നിങ്ങൾക്കാണല്ലോ ഓർമ്മയുണ്ടാവേണ്ടത്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ളവർക്ക് എത്രയായിട്ട് വർദ്ധിപ്പിക്കുന്ന പറഞ്ഞേ? അല്ല, ഇതെല്ലാം ഞാൻ ഈ ഇലക്ഷനല്ല, ഇനി അപ്പുറത്തെ ഇലക്ഷനാണ് ഞാൻ പറയുന്നത്.
അല്ല, ഞാൻ പറയുന്നില്ല, അത് പറയാം. 1000 പറഞ്ഞത്.